നമസ്കാരം, ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് സർക്കാരിന്റെ അടുത്ത ഇരുട്ടടി. ലണ്ടനിൽ മാർച്ച് മുതൽ അണ്ടർഗ്രൗണ്ട് റെയിൽ സർവീസ് നിരക്കുകൾ കൂട്ടുന്നു. വർധനവ് പ്രധാന ഗതാഗത പദ്ധതികൾക്കായെന്ന് ലണ്ടൻ മേയർ. അതേസമയം ബസ് ട്രാം നിരക്കുകൾ നിലവിലാവസ്ഥ തുടരും. പണപ്പെരുപ്പത്തിൽ വലിയുന്ന രാജ്യത്ത് സുപ്രധാന ഗതാഗത പദ്ധതികൾക്കായുള്ള ദേശീയ ഫണ്ട് സുഗമമാക്കാനാണ് സർക്കാർ തീരുമാനമെന്നും അത് പ്രകാരമാണ് വർധനമെന്നും ലണ്ടൻ മേയർ സാദിഖ് ഖാൻ അറിയിച്ചു. ചൈനീസ് ചാരനെന്ന് ആരോപിക്കുന്ന വ്യവസായിയുമായുള്ള എല്ലാ ബന്ധങ്ങളും നിർത്തിയെന്ന് ഡ്യൂക്ക് ഓഫ് യോർക്ക് ആൻഡ്രൂ രാജകുമാരൻ. ആ വ്യക്തിയെ താൻ ഔദ്യോഗിക ചാനൽ വഴി കണ്ടുമുട്ടിയതാണെന്നും അസ്വാഭാവികമായ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ഡ്യൂക്ക് ഓഫ് യോർക്കിന്റെ ഓഫീസിനുള്ള പ്രസ്താവന പറയുന്നു. 2030 ലേബർ പാർട്ടിയുടെ ഊർജ്ജ വിതരണത്തിലെ പദ്ധതികൾ കാരണം UK ബ്ലാക്കൗട്ടുകൾ നേരിടേണ്ടി വരില്ലെന്ന് ഊർജ്ജ സെക്രട്ടറി എഡ് മിലിൻബാൻഡ്. വെയിൽസിൽ ബ്ലാക്ക് ഐസ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ജീവനെടുത്തു. ആന്ധ്ര സ്വദേശികളായ ഇന്ത്യൻ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ റോഡിൽ തെന്നി നിയന്ത്രണനഷ്ടമായുണ്ടായ അപകടത്തിൽ സ്വാൻസിയാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ചിരഞ്ജീവി പങ്കുരുളി എന്ന 32-കാരാണ് മരിച്ചത്. 5 അംഗ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറിലെ മറ്റ് 4 പേർക്കും പരിക്കുണ്ട്. ബർമിംഗ്ഹാമിലെ ആസർ യൂണിവേഴ്സിറ്റിയിലെ പ്രധാന കെട്ടിടം മുഖം മിനുക്കാൻ ഒരുങ്ങുന്നു. സിറ്റി കൗൺസിൽ സമർപ്പിച്ച ഡിസൈനുകൾ അംഗീകരിച്ചാൽ പഴയതും കാര്യക്ഷമവും അല്ലാത്തതുമായ കെട്ടിടങ്ങൾ നീക്കം ചെയ്യും. ഫ്രാങ്കോയിസ് ബൈറോ പുതിയ ഫ്രഞ്ച് പ്രധാനമന്ത്രി. ഏതാനും ദിവസത്തിനകം മന്ത്രിസഭാ പ്രഖ്യാപനമുണ്ടാകും. പ്രധാനമന്ത്രിയായിരുന്ന മൈക്കിൾ ബാർണിയർ പുറത്തായി 9 ദിവസത്തിനുള്ളിലാണ് ബൈറോ പ്രധാനമന്ത്രിയാകുന്നത്. അമേരിക്കയിലേക്ക് പോകരുതെന്ന് പൗരന്മാരുടെ റഷ്യൻ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ നയതന്ത്രബന്ധം മുമ്പെങ്ങുമില്ലാത്ത വിധം ഉലഞ്ഞതിന് പിന്നാലെയാണ് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തതെന്ന് പൗരന്മാർക്ക് റഷ്യ നിർദ്ദേശം നൽകിയത്. യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും റഷ്യ പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 62 ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം ആദ്യമായി റഷ്യ അമേരിക്ക ബന്ധം വല്ലാതെ വഷളായ പശ്ചാത്തലത്തിലാണ് ഈ കർശന നിർദ്ദേശം. ജനുവരിയിൽ അധികാരമേറ്റാൽ ഉടൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് അമേരിക്ക സാക്ഷ്യം വഹിക്കുമെന്ന നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി 18,000-ഓളം ഇന്ത്യക്കാരെ ബാധിക്കും. നാടുകടത്തലിനുള്ള മുന്നൊരുക്കമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം 15 ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നവംബറിൽ പുറത്തുവിട്ടിരുന്നു. അതിൽ 17,940 പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം. ഓപ്പൺ എഐയിലെ മുൻ ജീവനക്കാരനും ഇന്ത്യക്കാരനുമായ യുവാവിനെ സാൻ ഫ്രാൻസിസ്കോയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഓപ്പൺ എഐയിലെ മുൻ ഗവേഷകനായ സുജിർ ബാലാജിയാണ് വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അയർലൻഡിലെ 20ഓളം 7 സ്ട്രീമുകളെ പങ്കെടുപ്പിച്ച് വാട്ടർഫോർഡ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച WMA വിന്റർ കപ്പ് സീസൺ 1-ൽ ഐറിഷ് ടസ്കേഴ്സും കിൽക്കിനി സിറ്റി ഓഫ് സിയും ജേതാക്കൾ. 30 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ ഡബ്ലിൽ നിന്നുള്ള ഐറിഷ് ടസ്കേഴ്സ് വാട്ടർഫോർഡ് ടൈഗേഴ്സിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫൈനലിൽ കീഴടക്കിയാണ് ജേതാക്കളായത്. 30 വയസ്സിന് താഴെയുള്ള ടീമിൽ കിൽക്കിനി സിറ്റി FC ഡബ്ലിൻ യുണൈറ്റഡ് അക്കാഡമിയെ മറുപടിയില്ലാത്ത 2 ഗോളിനാണ് പരാജയപ്പെടുത്തി. ടോപ്പ് 10 ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.